Good morning, everyone. Welcome to the demo class of Management Accounting by Virtual Institute of Commerce. Myself, Adya, and I'm an ACCA finalist, and I will be covering your topics related to management accounting. ACCയുടെ 13 പേപ്പറുകൾ എടുത്താൽ അതിൽ നോളജ് ലെവലിൽ വരുന്ന വൺ ഓഫ് ദ പേപ്പേഴ്സ് ആണെന്ന് പറയാം മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയാം. സോ ഈ വീഡിയോ കാണുന്നവര് ഒന്നെങ്കിലും മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആദ്യത്തെ പേപ്പറായിട്ട് കൺസിഡർ ചെയ്ത് എടുത്തവരായിരിക്കും, അല്ലെങ്കിൽ നോളജ് ലെവലിലെ വേറെ ഏതെങ്കിലും പേപ്പർ, അതായത് FA BTO കംപ്ലീറ്റ് ചെയ്തിട്ട് MA എടുത്തവരായിരിക്കും ആരെന്ന് പറയാം ബാക്കിയുള്ളവര്. ഇനി FA അല്ലെങ്കിൽ BT കംപ്ലീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിന്റെ പാറ്റേൺ, മാർക്കിങ്ങിന്റെ രീതി അതെല്ലാം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ബട്ട് ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. സോ നമുക്ക് ആദ്യം തന്നെ എക്സാമിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ എക്സാമിന്റെ ആ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ എക്സാം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സെക്ഷൻ A ആൻഡ് സെക്ഷൻ B. സെക്ഷൻ Aയില് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ടോട്ടൽ 35 ക്വസ്റ്റ്യൻസ് ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. അങ്ങനെ 70 മാർക്സ് ആയിരിക്കും ടോട്ടൽ സെക്ഷൻ Aന്ന് കവർ ചെയ്യാൻ പറ്റുന്ന മാർക്സ് എന്ന് പറയാം. അതേപോലെ സെക്ഷൻ Bയില് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കേസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യത്തേല് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഇവിടെ ടെസ്റ്റ് കേസ് ക്വസ്റ്റ്യൻസ്. കേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ സെക്ഷൻ ബിയിൽ കേസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതേപോലെ 3 കേസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈച്ച് വൺ ക്യാരീസ് 10 ആൻഡ് ടോട്ടൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന മാർക്സ് എന്ന് പറയുന്നത് 30. ഓക്കെ, അങ്ങനെ നമുക്ക് ടോട്ടൽ നോർമൽ എല്ലാ ACCയുടെ എക്സാം പോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ടോട്ടൽ മാർക്സ് 100 ആൻഡ് പാസ് പെർസെന്റേജ് 50%. സോ ACCക്ക് ഒരു കുട്ടി 50 വാങ്ങിച്ചു, ഒരു കുട്ടി 90 വാങ്ങിച്ചു. ബോത്ത് ആർ സെയിം ഫോർ ACC. They don't care about ഹൈ മാർക്സ്. നിങ്ങൾക്ക് ഒരു റാങ്ക് ഹോൾഡർ ആവണം എന്നാണ് താല്പര്യമെങ്കിൽ ഓക്കെ ഫൈൻ, അത് വേറെ തന്നെ ഒരു പാർട്ട്. അല്ലെങ്കിൽ 50 ആൻഡ് 90 ഈ സെയിം ഇൻ റെസ്പെക്ട് ഓഫ് ACCA. ഓക്കെ, നമ്മൾ എങ്ങനെയെങ്കിലും പാസ് ആയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ റാങ്ക് ഹോൾഡർ ആവണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പഠിക്കുക, അത് വേറെ തന്നെ ഒരു സൈഡ്. ഓക്കെ, അതുപോലെ ബാക്കി കോമ്പറ്റേറ്റീവ് എക്സാംസ് പോലെ നമുക്ക് എന്തില്ല, നെഗറ്റീവ് മാർക്സ് ഇല്ല. ഓക്കെ, ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നല്ല, എല്ലാ ACCയുടെ പേപ്പേഴ്സും എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. അതായത് റിട്ടേൺ എക്സാംസ് അല്ല, നമ്മളെല്ലാം നമ്മുടെ ഒരു സിസ്റ്റത്തിലായിരിക്കും ചെയ്യുക. മുമ്പൊക്കെ അതായത് പണ്ടൊക്കെ ACCക്ക് റിട്ടേൺ എക്സാം ആയിരുന്നു, ഫുള്ളി പേപ്പറിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സാംസ് ആയിരുന്നു. ബട്ട് ഇപ്പൊ കുറച്ചധികം നാളുകളായിട്ട് കമ്പ്യൂട്ടറിൽ തന്നെ, സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സാം കണ്ടക്ട് ചെയ്യുക. ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓൺ ഡിമാൻഡ് പേപ്പർ ആണ്. വാട്ട് യു മീൻ ബൈ ദിസ് ഓൺ ഡിമാൻഡ് പേപ്പർ? നമ്മുടെ നോളജ് ലെവലിലെ ആദ്യത്തെ പേപ്പേഴ്സ് എല്ലാം എന്താണ്, ഓൺ ഡിമാൻഡ് പേപ്പർ ആണ്. എന്താണ് ഈ ഓൺ ഡിമാൻഡ് പേപ്പർ? ഓൺ ഡിമാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ബാക്കി ACCയുടെ എക്സാംസ്, അതായത് സ്കിൽ ലെവലിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിലെ പേപ്പേഴ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാംസ് അവരുടെ റെസ്പെക്റ്റീവ് ബോർഡ് സ്കെഡ്യൂൾ ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിൽ അവര് പറയുന്ന ടൈമിൽ നമ്മൾ പോയി എക്സാം എഴുതണം. അങ്ങനെയാണ് ബാക്കി എക്സാംസും നമ്മുടെ ACCയുടെ ആയാലും ബാക്കി പേപ്പേഴ്സും ഒക്കെ. ബട്ട് നമ്മുടെ നോളജ് ലെവലിലെ പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഓൺ ഡിമാൻഡ് പേപ്പർ ആണ്. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു 20 അല്ലെങ്കിൽ 31 മന്ത് ക്ലാസ് ആണെന്ന് വിചാരിക്കുക. ആ 1 മന്ത് ക്ലാസ് കഴിഞ്ഞു, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, മോക്ക് എഴുതി. ഓക്കെ, ഇനി എനിക്ക് മനസ്സിലായി, ഞാൻ കംഫർട്ടബിൾ ആണ്, ഐ എം കംഫർട്ടബിൾ ഇൻ പെർഫോമിംഗ് ദ എക്സാം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പോയി എഴുതാം. അതായത് ഇന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ നാളെ എനിക്ക് പോയി എഴുതാം. ഓക്കെ, എനിക്ക് പ്രിപ്പറേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കാൻ എനിക്ക് ഇപ്പൊ തോന്നുന്നു, എനിക്ക് അപ്പൊ എഴുതാം. അതാണ് എന്താന്ന് പറയാ, ഓൺ ഡിമാൻഡ് പേപ്പർ എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇനി കണ്ടക്ടഡ് അറ്റ് ലൈസൻസ്ഡ് എക്സിക്യൂട്ടീവ് CB സെന്റേഴ്സ്, എല്ലാ എക്സാമും പോലെ ACCയുടെ CB സെന്റേഴ്സിലായിരിക്കും എന്ത് ചെയ്യുക, ലൈസൻസ് ആയിട്ടുള്ള CB സെന്റേഴ്സിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുക. ഇനി ഓൺ ഡിമാൻഡ് പേപ്പേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് എക്സാം എഴുതി കഴിഞ്ഞ്, അതായത് MAയുടെ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടും, റിസൾട്ട് കിട്ടും. അല്ലാതെ വേറൊരു ഡേറ്റ് സ്കെഡ്യൂൾ ചെയ്തല്ല നമ്മുടെ റിസൾട്ട് ഷോൺ ചെയ്യുന്നത്. നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ റിസൾട്ട് വിൽ ബി അവൈലബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് പാസ്സായോ തോറ്റോ അല്ലെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഓക്കെ, ഇതാണ് ജനറലി ഉള്ള ഒരു എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡീപ്പായിട്ട്, ഒരുപാട് ഡീപ്പല്ല, കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് എക്സാം സ്ട്രക്ചർ നോക്കാം. MA നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സെക്ഷൻ Aയിൽ 35 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈച്ച് വൺ ക്യാരീസ് 2 മാർക്സ്.
ഏതൊക്കെ ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക? ഒന്നെന്ന് പറയുന്നത് എന്താണ്? MCQ ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഒരു ക്വസ്റ്റ്യൻ തരും, 4 ഓപ്ഷൻ കാണും, നമുക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ട് തോന്നുന്നത്, കറക്റ്റ് ആണെന്ന് തോന്നുന്നത് നമ്മൾ അത് ചൂസ് ചെയ്യുന്നു. അതാണ് എന്താ പറയാ, MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ. നമ്പർ എൻട്രി ക്വസ്റ്റ്യൻസ്. നമ്പർ എൻട്രി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കാണും, ഒരു കാൽക്കുലേഷൻ എന്ന് വിചാരിക്കുക, കാൽക്കുലേഷൻ കാണും, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് 500 ആണ് ആൻസർ കിട്ടിയത്. ആ 500 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദർ വിൽ ബി നോ ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻസ് കാണില്ല, നമുക്ക് 500 ആൻസർ കിട്ടി, ആ 500 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്പർ എൻട്രി ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, മാച്ച് ദ ഫോളോയിങ് പോലെ, ഇവിടെ നിന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്യും, അവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു, അവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. മാച്ച് ദ ഫോളോയിങ് പോലെ ആണ് എന്താ പറയാ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. പിന്നെ എന്താണ് മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതുപോലെ പല ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ എയിൽ ടെസ്റ്റ് ചെയ്യാം. ഇനി ടോപ്പിക്സ്, മാനേജ്മെന്റ് അക്കൗണ്ടിൽ ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുക? ഇതൊന്നും നിങ്ങളിപ്പോ പഠിച്ചിട്ടുണ്ടാവില്ല, മേ ബി പഠിച്ചവരായിരിക്കാം, എനിക്കറിയില്ല, മേ ബി റീ അറ്റംപ്റ്റ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. ഇപ്പൊ പഠിച്ചവരായാലും പഠിക്കാത്തവരായാലും ഇതെല്ലാം ഞാൻ കവർ ചെയ്യും. സോ ടോപ്പിക്സ് ഉണ്ട്, പേടിക്കണ്ട. ടോപ്പിക്സ് എന്തൊക്കെയായിരിക്കും? കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, കോസ്റ്റിംഗ് മെത്തേഡ്സ്, ബഡ്ജറ്റിംഗ്, വേരിയൻസ് അനാലിസിസ് ആൻഡ് പെർഫോമൻസ് മെഷർമെന്റ്. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും സെക്ഷൻ എയിൽ കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കേസ് സ്റ്റഡീസ് ആണ്. എന്താണ് ഈ കേസ് സ്റ്റഡീസ്? കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാല് ഒരു സിനാരിയോ തരും, ഒരു പ്രാക്ടിക്കൽ സിനാരിയോ തരും, ആ സിനാരിയോനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. നേരത്തെ സെക്ഷൻ എയിൽ നമ്മൾക്ക് എന്താ 35 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്? അൺറിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ അങ്ങനല്ല, ഒരു കേസ് ഉണ്ടാവും, ആ കേസിന് അല്ലെങ്കിൽ ആ ഒരു സിനാരിയോനെ ബേസ് ചെയ്തായിരിക്കും ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ അടുത്ത കേസ് അല്ലെങ്കിൽ അടുത്ത സിനാരിയോ ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് അങ്ങനെ 3 കേസ് സ്റ്റഡീസ്. അപ്പൊ ടോട്ടൽ എത്ര മാർക്സ്? 30 മാർക്സ്. 3 കേസ് സ്റ്റഡീസും കൂടെ എത്ര മാർക്ക്? 30 മാർക്സ്. മനസ്സിലായില്ലേ? സെക്ഷൻ എയെക്കാട്ടും കൂടുതലും പ്രാക്ടിക്കൽ ആൻഡ് സിനാരിയോ ബേസ്ഡ് ആയിരിക്കും എന്താ പറയാ നമ്മുടെ സെക്ഷൻ ബി. സെക്ഷൻ എയിൽ കുറച്ചുകൂടെ ബുക്കിഷ് ആയിരിക്കും, ഇവിടെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആൻഡ് സിനാരിയോ ബേസ്ഡ് ആയിരിക്കും. അത്രയുള്ള ഡിഫറൻസ്. ഓക്കെ ഓക്കെ. ടോപ്പിക്സ് ടെസ്റ്റഡ് ഇൻ സെക്ഷൻ എ അല്ല, സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി ഏതൊക്കെയാ? നേച്ചർ, സോഴ്സ് ആൻഡ് പർപ്പസ് ഓഫ് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ, കോസ്റ്റിംഗ് അക്കൗണ്ടിംഗ് ടെക്നിക്സ്, ബഡ്ജറ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, പെർഫോമൻസ് മെഷർമെന്റ്. ഇതൊക്കെ ആയിരിക്കും എന്താ സെക്ഷൻ ബിയിൽ ടെസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വഴിയെ പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് MAയുടെ പാസ് റേറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. MA ഞാൻ നേരത്തെ പറഞ്ഞ ഓൺ ഡിമാൻഡ് പേപ്പർ ആണ്, സോ ക്വാർട്ടർലി റിസൾട്ട്സ് ആയിരിക്കില്ല. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60 തന്നെയാണ് എന്താ പറയാ റേഞ്ച് എന്ന് പറയാ, 68, 67 ആ റേഞ്ച് തന്നെയാണ് എന്താ പറയാ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ എന്താ പാസ് റേറ്റ്സ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ നോളജ് ലെവലിലെ ബാക്കി എല്ലാ പേപ്പേഴ്സും കമ്പയർ ചെയ്യുമ്പോൾ, അത് FA അല്ലെങ്കിൽ BT അല്ലെങ്കിൽ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ട്രിക്കിയസ്റ്റ് പേപ്പർ ആണെന്ന് പറയാ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ടഫ് പേപ്പർ എന്നല്ല ഞാൻ പറയുന്നത്, ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ്. ബട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ടു അതർ പേപ്പേഴ്സ് ഇൻ നോളജ് ലെവൽ കുറച്ച് ട്രിക്കിയസ്റ്റ് പേപ്പർ ആണെന്ന് പറയാം മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ബട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു, അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയാണ് എന്താ പറയാ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മാനേജ്മെന്റ്? ഞാൻ കുറെ നേരം കൊണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പറയുന്നത്, എന്താണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോ എനിക്കൊരു ജ്യൂസ് ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ജ്യൂസ് ഷോപ്പിൽ എനിക്ക് ഒരു ജ്യൂസ് വിൽക്കാനുള്ള കോസ്റ്റ് ഇൻകർ, ഒരു ഗ്ലാസ്സിൽ ഒരാൾക്ക് ജ്യൂസ് കൊടുക്കാൻ എനിക്ക് ഇൻകർ ആവുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ 200 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ആണ്. എന്നത് കുറച്ച് ചെറിയ കടയല്ല, കുറച്ച് വലിയ കടയാണ്. അപ്പൊ എനിക്ക് കുറച്ച് കോസ്റ്റ് 200 ആവും. അപ്പം എനിക്ക് ഒരു ജ്യൂസിന് ഉണ്ടാവുന്ന കോസ്റ്റ് എത്രയാണ്? 200. ആൻഡ് എന്റെ സെല്ലിംഗ് പ്രൈസ് 250. സെല്ലിംഗ് പ്രൈസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 250. അപ്പൊ എനിക്ക് അവിടെ എത്രയാ പ്രോഫിറ്റ്? 50 ആണ് പെർ ഗ്ലാസ് പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ എനിക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സെയിൽസ് നോക്കുമ്പോൾ എനിക്ക് ആവറേജ് ഡെയിലി ഒരു 500 സെയിൽസ് നടക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എനിക്ക് ഒരു ദിവസം എത്ര പ്രോഫിറ്റ് കിട്ടുന്നത്? 500 into 50. അപ്പൊ എത്ര? 25,000 അല്ലെ? 25,000 എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ബട്ട് പ്രശ്നം എന്ന് വെച്ചാല് ഇതൊരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണ്. അപ്പോ ഞാൻ 250 വിൽക്കുന്നത്, ബട്ട് എന്റെ നിയർ കോമ്പറ്റീറ്റർ വിൽക്കുന്നത് 230 വിൽക്കുന്നുള്ളൂ.
ഓക്കെ, അല്ലെങ്കിൽ 240K വെക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഓ മൈ ഗോഡ്, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും സെയിൽസ് നടക്കാൻ പോകുന്നില്ല. അവിടെ നിന്ന് സെയിൽസ് അവര് കുറച്ചു, റേറ്റ് ഇപ്പൊ കുറച്ചതാണ്, അപ്പം എനിക്കും കുറയ്ക്കണം. കുറച്ചില്ലെങ്കിൽ എന്റെ നിന്ന് ആരെങ്കിലും വാങ്ങിക്കുവോ? ബട്ട് എന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് 50 പെർ ഗ്ലാസ് പ്രോഫിറ്റ് എന്തായാലും വേണം, എന്നാലേ എന്റെ ബിസിനസ് നിലനിന്ന് പോകത്തുള്ളൂ. അങ്ങനെ ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. എന്നാലേ എന്റെ ബിസിനസ് നിലനിന്ന് പോകത്തുള്ളൂ. എനിക്ക് 50 എന്തായാലും മിനിമം പ്രോഫിറ്റ് കിട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കുമ്പോ എനിക്ക് 230 ആണ് എനിക്ക് സെറ്റ് ചെയ്യണം സെല്ലിംഗ് പ്രൈസ്. എനിക്കാണെങ്കിൽ പ്രോഫിറ്റ് 50 ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഒരു ഇന്റേണൽ മാനേജറായ ഞാൻ ഒരു ഇന്റേണൽ മാനേജറാണ്. ഇന്റേണൽ മാനേജറായ ഞാൻ എന്തിങ്ങനെ ചിന്തിക്കും, എന്ത് ചെയ്യും ദൈവമേ, എനിക്ക് 230ക്ക് വിൽക്കുകയും വേണം, എന്നാൽ എനിക്ക് 50 പ്രോഫിറ്റും വേണം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, സീറോ വേസ്റ്റേജ്. സീറോ വേസ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അതായത് സീറോ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവും, വേസ്റ്റേജ് ഇല്ല. അപ്പൊ എന്താ, കോസ്റ്റ് കട്ടിങ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ അവിടെ എടുത്തു. അപ്പൊ അവിടെ ഞാൻ എന്ത് ഡിസിഷൻ എടുത്താ, കോസ്റ്റ് കട്ട് ചെയ്യാൻ ആയിട്ട് സീറോ വേസ്റ്റേജ് എന്ന് പറയുന്ന ഒരു മോഡൽ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഇത് എപ്പോഴത്തേക്കാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്? ഫ്യൂച്ചറിലേക്കാണ് ഞാൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? ഫ്യൂച്ചറിലേക്കാണ് ഞാൻ ഇപ്പൊ എന്ത് എടുത്തത്, ഒരു ഡിസിഷൻ എടുത്തത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഒരു ഇംപ്ലിമെന്റേഷൻ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ഇന്ന് ഞാൻ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിനാണ് എന്താന്ന് പറയാ, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയാ. സോ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഇസ് എ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ഹെൽപ്പ് മാനേജേഴ്സ് ടു മേക്ക് ഡിസിഷൻ. ഈ ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴത്തേക്ക് വേണ്ടിയിട്ടാണ്, ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ഇന്ന് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയാ, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയാം. ഓക്കെ, അതായത് പ്രോഫിറ്റ് എനിക്ക് 50 വേണം, എനിക്ക് എന്നാൽ സെല്ലിംഗ് പ്രൈസ് 230 ആവാവൂ എന്ന്, അതെങ്ങനെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും, അതെനിക്ക് ഫ്യൂച്ചറിലാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തോ? ഇല്ല, ഇനി ഫ്യൂച്ചറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഫ്യൂച്ചറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തിന് എങ്ങനെ ചെയ്യണമെന്ന് ഇന്നത്തെ ഫിനാൻഷ്യൽ ഡേറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. അതാണ് എന്താ പറയാ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അത്രേ ഉള്ളൂ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാ. മനസ്സിലായില്ലേ? ഇൻ സിംപ്ലർ ടേംസ്, ഇറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് ടു ഡിസൈഡ് വാട്ട് ടു ഡു നെക്സ്റ്റ് യൂസിങ് നമ്പേഴ്സ്. നെക്സ്റ്റ്, വാട്ട് ടു ഡു നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യണം ഇന്നത്തെ നമ്പേഴ്സ് വെച്ചിട്ട്. അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? ഇനി ഈ മാനേജ്മെന്റ് അക്കൗണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് തമ്മിൽ എന്താണ് ഈ വ്യത്യാസം? ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മെയിൻലി, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് റിസൾട്ട് ഷോ ചെയ്യുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയാ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതായത് പാസ്റ്റിൽ നടന്ന ട്രാൻസാക്ഷൻ ഷോൺ ചെയ്യുന്ന എന്താണ്, ഷോൺ ചെയ്യുന്ന ഏതിലൂടെയാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെയാണ്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താ, നമ്മളിപ്പോ പറഞ്ഞു, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇന്നത്തെ ഡേറ്റ വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് പറയാ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്താണ് ചെയ്യുന്നത്, ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇന്നത്തെ നമ്പേഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയാം. വൈൽ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഷോസ് പാസ്റ്റ് റിസൾട്ട്, അതായത് നമ്മള് കഴിഞ്ഞ വർഷത്തെ കമ്പനിയുടെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കമ്പനിയുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഇന്ന് കാണിക്കുന്നതാണ് ഇതെന്ന് പറയാ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഫോർ ഔട്ട്സൈഡേഴ്സ്. അതായത് ഒരു ഇൻവെസ്റ്റർ ഉണ്ട്, പുതിയൊരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ, പുതിയൊരാൾക്ക് എനിക്ക് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്ന് നോക്കണമെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാമോ, ഈ കമ്പനി നല്ലതായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ നോക്കുന്നതാണെന്ന് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ആ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇതിലൂടെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ. അപ്പൊ അവിടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ കാണിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്? ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സ് എവിടുത്തെ ഔട്ട്സൈഡേഴ്സ്? നമ്മുടെ കമ്പനിയുടെ ഔട്ട്സൈഡേഴ്സ്, അതായത് ബാങ്ക്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ്, ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്, എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അവരുമായിട്ടാണ് എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുന്നത്. വേർ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഫോർ മാനേജേഴ്സ്, അതായത് ഇന്റേണൽ മാനേജേഴ്സിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഡിസിഷൻ എടുക്കാൻ ഇന്നത് നമ്പേഴ്സ് വെച്ച് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതെന്തിനാണ് ഔട്ട്സൈഡേഴ്സ് ചെയ്യുന്നത്? അവർക്ക് ഇത് അറിഞ്ഞിട്ട് എന്താണ് കാര്യം? അവർക്ക് കിട്ടുന്ന റിസൾട്ട്, നമ്മൾ ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു റിസൾട്ട് ഉണ്ടാവുമ്പോൾ ആ റിസൾട്ട് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. മനസ്സിലായില്ലേ?
അതേപോലെ നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി, നമ്മുടെ കമ്പനിയുടെ എന്താണ് വർത്ത് എത്രയാണ്, അത്രയും മാത്രം ഔട്ട്സൈഡേഴ്സിന് അറിഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഇത് നമ്മൾ എങ്ങനെ കൊണ്ടുവരുന്നു എന്ന് അവരറിയണോ? വേണ്ട. അപ്പൊ നമുക്ക് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഇന്റേണൽ മാനേജേഴ്സ് ആണ്. ഇന്റേണൽ മാനേജേഴ്സ് ആണ് എന്ത് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതും ഇംപ്ലിമെന്റ് ചെയ്തതും ഇന്നത്തെ ഡേറ്റ വെച്ച് അനലൈസ് ചെയ്യുന്നതും എല്ലാം. സോ ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഫോർ ഇന്റേണൽ മാനേജേഴ്സ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു പ്ലാൻ ദി ഫ്യൂച്ചർ. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞു പാസ് റിസൾട്ട് ഷോ ചെയ്യുന്നതാണ്. ഇന്ന് മുന്നേ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടിയെന്ന് ഇപ്പോ ഷോ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്, SOFP അല്ലെങ്കിൽ SOPL, ഇതൊക്കെയാണെന്ന് പറയാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്ന റിപ്പോർട്ട്സ് എന്ന് പറയാം. വേറെ നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താ ചെയ്യുക? ഫ്യൂച്ചറിലേക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ബഡ്ജറ്റ്. നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്? ഫ്യൂച്ചറിലേക്കാണ്. ഇന്നത്തെ കാര്യത്തിലാണോ ബഡ്ജറ്റ്? ഓക്കെ, ഇപ്പോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡെമോ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ത്രൂഔട്ട് എന്തെങ്കിലും ഡൗട്ട്, അല്ലെങ്കിൽ എക്സാം സ്ട്രക്ചറോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താന്ന് വെച്ചാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, ഇനി ഓക്കെ, അപ്പൊ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടോപ്പിക് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, നമ്മൾ ഒരുപാട് ഡീറ്റെയിലിംഗിൽ പോകുന്നില്ല. ഓക്കെ, ഇപ്പൊ ചാപ്റ്റർ 1 എന്താണ്? അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്. ഇവിടെ നമ്മള് ഇപ്പൊ ഫസ്റ്റ് പഠിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും എന്താണെന്നാണ് പറയുന്നത്, ഡെഫിനേഷൻ ആണ് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഞാൻ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഞാൻ എന്താണെന്ന് പറഞ്ഞു. നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ്. Cost accounting is a system for recording data and producing information about cost for the products produced by an organization or the services it provides. എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കൊരു ജ്യൂസ് ഷോപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ജ്യൂസ് ഷോപ്പില് ഒരു ഗ്ലാസ് ജ്യൂസ് ഒരു കസ്റ്റമറിന് കൊടുക്കാൻ, ആ കൊടുക്കുന്നത് വരെ എനിക്ക് ഇൻകർ ആവുന്ന കുറെ കോസ്റ്റുകൾ ഉണ്ടാവും. ആ കോസ്റ്റുകൾ അനലൈസ് ചെയ്യുക, ആ കോസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ മീൻസ് ആ കോസ്റ്റുകൾ എങ്ങനെ ഉണ്ടാകുന്നു, ആ കോസ്റ്റുകൾ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ആണെന്ന് പറയാ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ആ ജ്യൂസ് ഷോപ്പില് ഒരു ഗ്ലാസ്സിൽ 5 രൂപയായി, അല്ലെങ്കിൽ ജ്യൂസ് ഒരു കസ്റ്റമറിന് ജ്യൂസ് കൊടുക്കാൻ എനിക്ക് 10 രൂപയായി, ഇങ്ങനെ 5 രൂപയായി 10 രൂപയായെന്ന് ആ ഒരു ഇൻഫോർമേഷൻ പ്രൊഡ്യൂസ് ചെയ്ത് ആ ഡേറ്റ റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് എന്തെന്ന് പറയാ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് എ സിസ്റ്റം ഫോർ റെക്കോർഡിംഗ് ഡേറ്റ ആൻഡ് പ്രൊഡ്യൂസിങ് ഇൻഫോർമേഷൻ അബൌട്ട് ദ കോസ്റ്റ്. എനിക്ക് ആ ജ്യൂസിൽ ഉണ്ടായ കോസ്റ്റ് എങ്ങനെ ഉണ്ടായി, അതിലുള്ള ഇൻഫോർമേഷൻ, അതായത് റെക്കോർഡ് ചെയ്യണം, ആ ഇൻഫോർമേഷൻ റെക്കോർഡ് ചെയ്യാനുള്ള സിസ്റ്റം ആണ് എന്ന് പറയാ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന്? അത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പോകെ നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് മനസ്സിലാകും. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് Financial accounting involves recording the financial transactions of an organization and summarizing them in a periodic financial statements for external users who wish to analyze and interpret financial position of the organization. ഞാൻ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആരുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്? ഔട്ട്സൈഡേഴ്സ്, അതായത് ഔട്ട്സൈഡേഴ്സ് ഓഫ് ദ കമ്പനി ആയിട്ട് ഡീൽ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു. Financial accounting involves recording the financial transactions of an organization. ഒരു ഓർഗനൈസേഷനിലെ പാസ്റ്റിൽ നടന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ന് പറയാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇൻവോൾവ്സ് റെക്കോർഡിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് സമ്മറൈസിംഗ് ദം ഇൻ എ പീരിയോഡിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഔട്ട്സൈഡേഴ്സിനാന്ന് പറഞ്ഞു, അപ്പൊ കമ്പനിയായിട്ട് ഒരു ബന്ധമില്ലാത്തവരൊക്കെയായിരിക്കും ചിലപ്പോൾ കാണുന്നത്, പബ്ലിക് ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. അപ്പൊ ഒരു കമ്പനിയിൽ കഴിഞ്ഞ വർഷം നടന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇങ്ങനെ വാരിക്കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല. അതൊരു സമ്മറൈസ് ചെയ്തൊരു പീരിയോഡിക്, ഒരു വർഷത്തത് അല്ലെങ്കിൽ 6 മാസത്തത് ഇങ്ങനെ പീരിയോഡിക് ആയിട്ട് സമ്മറൈസ് ചെയ്തൊരു പീരിയോഡിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എക്സ്റ്റേണൽ യൂസേഴ്സിന് കൊടുക്കുന്നതാണ്. എന്തിനാണ് ഈ എക്സ്റ്റേണൽ യൂസേഴ്സ് നമ്മൾ ഇത് കൊടുക്കുന്നത്? എന്തിനാണ്? ഒരു ഇൻവെസ്റ്റർ, ഫോർ എക്സാമ്പിൾ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ പോട്ടെ ഒരു ക്രെഡിറ്റർ, നമ്മുടെ കമ്പനി ഒരു ക്രെഡിറ്ററിന് പൈസ മേടിക്കുകയാണ്, ഒരു വലിയ എമൗണ്ട് മേടിക്കണം. അപ്പൊ ക്രെഡിറ്റർ ആണെങ്കിൽ ഞാൻ ഇത് കൊടുക്കണം, എന്തിനു കൊടുക്കണം?
അയാൾക്ക് എനിക്ക് തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിലോ? അയാൾക്ക് ലിക്വിഡിറ്റി ഉണ്ടോ? ഇതൊക്കെ അറിയണം. ഇതൊക്കെ ചുമ്മാ ഇരുന്ന് അറിയാൻ പറ്റുമോ? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ടാണ് അവരത് അനലൈസ് ചെയ്തത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, കമ്പനിയുടെ മാർക്കറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്ന് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്? In periodic financial statements for external users who wish to analyze and interpret the financial position of the organization. ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ആര് യൂസ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ യൂസേഴ്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഓഫ് ദ കമ്പനി യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയാ പീരിയോഡിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. അല്ലെ സോറി, പീരിയോഡിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആണ് ആര് ഡീൽ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താന്ന് നോക്കി. നമ്മൾ ഒന്നും അങ്ങനെ ഡീപ്പായിട്ട് പോയിട്ടില്ല, കാരണം ഇറ്റ് ഇസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ടറി ക്ലാസ്. ഓക്കെ, നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോർഷൻസ് ഡീപ്ലി അനലൈസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറഞ്ഞു ഇൻഫോർമേഷൻ ഇസ് പ്രൊവൈഡഡ് ടു ദ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയും. യൂസ്ഫുൾ ഇൻഫോർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ എന്താ വാട്ട് യു മീൻ ബൈ ദിസ് ഇൻഫോർമേഷൻ? അതെന്താന്ന് നോക്കാം. ഇപ്പോ എന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു സാധനം, ഒരു ബൗൾ എടുത്ത് വെച്ചു. ആ ബൗളിൽ കുറെ നമ്പേഴ്സ്, കുറെ മന്തുകൾ, അങ്ങനെ കുറെ മന്ത്സ് എന്ന് വെച്ചാൽ ജാൻ ഫെബ്, ആ മന്ത്സ് കുറെ നമ്പേഴ്സ് എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. നോക്കിയപ്പോ 1500, 600, 300 കുറെ നമ്പേഴ്സ്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ കുറെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഒരു ഒരു അവിയൽ പരുവത്തിൽ ഒരു ബൗൾ ഇട്ടിരിക്കുക. നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവത്തില്ല. കുറേ സാധനങ്ങൾ ഇങ്ങനെ ചുമ്മാ കിടക്കുന്നു, ഒന്നും മനസ്സിലാവത്തില്ല, വെറുതെ കിടക്കുന്നു. ആ വെറുതെ കിടക്കുന്ന അവിയൽ പരുവത്തിൽ ഇരിക്കുന്ന സാധനമാണ് എന്തെന്ന് പറയാ? ഡേറ്റ. ഓക്കെ, എന്താണ്? ഒരു 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 സ്ട്രക്ചറും ഇല്ലാതെ ചുമ്മാ കുറെ സാധനങ്ങൾ ഇട്ടിരിക്കുന്നതാണ് എന്തെന്ന് പറയാ? ഡേറ്റ. ഡേറ്റ മീൻസ് ഫാക്ട്സ്. ഡേറ്റ കൺസിസ്റ്റ് ഓഫ് നമ്പേഴ്സ്, ലെറ്റേഴ്സ്, സിമ്പിൾസ്, raw facts, events and transactions which have been recorded but not yet processed into a form suitable for use. മനസ്സിലായില്ലേ? ഈ ബൗളിൽ കിടക്കുന്ന സാധനം ഞാൻ എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ആ സാധനം ഒരു ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ കമ്പനിയിൽ ഇപ്പോ ഒരു സെയിൽസ് നടന്ന അങ്ങനെ കുറെ 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 ട്രാൻസാക്ഷൻസ് നമ്മുടെ കമ്പനിയിൽ കാണുമല്ലോ. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുകയായിരിക്കും. അതാണ് എന്താ പറയാ? ഡേറ്റ എന്ന് പറയാം. ഈ ഡേറ്റ ഇങ്ങനെ കിടന്നെന്ന് പറഞ്ഞ ഒരു യൂസറിന് അത് മനസ്സിലാവും? ഒരു എക്സ്റ്റേണൽ യൂസറിന് ഈ ഡേറ്റ ഇങ്ങനെ എല്ലാം അവിയൽ പരുവത്തിൽ കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവും? ഇല്ല. ആ ഡേറ്റനെ മീനിങ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ആക്കി മാറ്റണം. ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പോ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ബൗളിൽ കുറെ നമ്പേഴ്സ് ഉണ്ട്, കുറെ മാസങ്ങളുണ്ട്. ഓക്കെ, ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ ഇത് സമ്മറൈസ് ചെയ്യുക. ഈ ബൗളിൽ കിടക്കുന്ന ഡേറ്റ സമ്മറൈസ് ചെയ്യുന്നതിനാണ് എന്താ പറയാ? ഇൻഫോർമേഷൻ എന്ന് പറയാം. അതായത് ജാനുവരിയിൽ 300 സെയിൽസ് നടന്നു, ഫെബ്രുവരിയിൽ അവിടെ നിന്ന് ഞാൻ കളക്ട് ചെയ്തു, ബൗളിൽ നിന്ന് കളക്ട് ചെയ്ത 500 സെയിൽസ് നടന്നു, ബൗളിൽ നിന്ന് ഞാൻ മാർച്ച് കളക്ട് ചെയ്തു, അവിടെ 1000 സെയിൽ നടന്നു. ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് പ്രോസസ് ചെയ്ത് വെക്കുന്ന സാധനമാണ് ഔട്ട്പുട്ട്. എന്താണ്? അതാണ് എന്ത്? ഇൻഫോർമേഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് ഇൻഫോർമേഷൻ? ഇൻഫോർമേഷൻ ഇസ് എ ഡേറ്റ. ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ തന്നെയാണ്. ആ ഡേറ്റയിൽ നമ്മൾ എടുത്ത് അനലൈസ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് വെക്കുന്നത്. ഇൻഫോർമേഷൻ ഇസ് എ ഡേറ്റ which has been processed in such a way that it is meaningful to the person who receives it. യൂസേഴ്സ്, ഇവിടെ നമ്മൾ ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്ന ആരാണ്? യൂസർ ആണ്, അല്ലെ? ഈ യൂസറിന് അത് കാണുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് പ്രോസസ് ചെയ്ത് നമ്മൾ ആ ബൗളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് കറക്റ്റ് ആ യൂസറിന് മനസ്സിലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു. അതാണ് എന്താ പറയാ? ഇൻഫോർമേഷൻ. ആ ഔട്ട്പുട്ട് ആണ് എന്താ പറയാ? ഇൻഫോർമേഷൻ എന്ന് പറയാ. മനസ്സിലായോ? ഇപ്പൊ ഡേറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണെന്ന് പറയാ ഡേറ്റ എന്ന് പറയുന്നത്. വേറാസ് ഇൻഫോർമേഷൻ ഡേറ്റ, ഇൻഫോർമേഷൻ എന്താണ്? ഡേറ്റ തന്നെയാണ്. ഇൻഫോർമേഷൻ ഡേറ്റ which has been processed in such a way that it is meaningful to the person who receives it. Okay, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമ്മൾ ഇൻഫോർമേഷൻ ആണ് യൂസേഴ്സിന് കൊടുക്കുന്നത്. എന്തിനാണ് യൂസേഴ്സിന് കൊടുക്കുന്ന? ഡിസിഷൻസ് എടുക്കാൻ. യൂസേഴ്സിന് കൊടുക്കുന്ന ഇൻഫോർമേഷൻ കറക്റ്റ് ആയിരിക്കണ്ടേ? ചുമ്മാ ഇൻഫോർമേഷൻ എടുത്ത് കൊടുത്താൽ മതിയോ?
ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ബൗളിൽ കുറെ ഐറ്റംസ് ഉണ്ട്, കുറെ മന്തുകളുണ്ട്. ആ മന്തിൽ ജാനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വെച്ച് ജാനുവരിയിൽ 500, ഫെബ്രുവരിയിൽ 300, മാർച്ചിൽ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ആണോ എന്ന് ആർക്കറിയാം? ജാനുവരിയിൽ 300 സെയിൽസ് നടന്നോളൂ, 500 സെയിൽസ് നടന്നെങ്കിലോ, അല്ലെങ്കിൽ 400 സെയിൽസ് നടന്നെങ്കിലോ, അത്രയും നടന്നില്ലെങ്കിലോ, 200 നടന്നെങ്കിലോ, ഇത് കറക്റ്റ് അല്ലെങ്കിലോ, അപ്പോ ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ യൂസേഴ്സിന് കൊടുത്ത ഇൻഫോർമേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയണം. സോ ഒരു ഇൻഫോർമേഷൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ യൂസ്ഫുൾ ഇൻഫോർമേഷൻ ആണോ എന്നറിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോ ഉള്ള നമ്മുടെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫാക്ട്സ് വെച്ചിട്ടാണ് ഫ്യൂച്ചറിലേക്ക് നമ്മൾ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഈ ഇൻഫോർമേഷൻ നമ്മൾ ഡേറ്റ നേരത്തെ കൺവേർട്ട് ചെയ്ത ഇൻഫോർമേഷൻ ആക്കി, ആ ഇൻഫോർമേഷൻ ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ എടുത്ത് കൊടുത്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ തെറ്റായ ഇൻഫോർമേഷൻ ആയിരിക്കാം, ചിലപ്പോൾ കറക്റ്റ് എന്താ നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫോർമേഷൻ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആയി നമുക്ക് കറക്റ്റ് ഇംപ്ലിമെന്റേഷൻ നടത്താൻ പറ്റുമോ? അല്ല, ഇല്ല, അല്ലെ? ഇൻഫോർമേഷൻ ഷുഡ് ബി എന്ത് ഗുഡ്. ആ ഇൻഫോർമേഷൻ എന്തായിരിക്കണം? ഗുഡ് ഇൻഫോർമേഷൻ ആയിരിക്കണം. അപ്പൊ ഒരു ഇൻഫോർമേഷൻ ഗുഡ് ആവണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് ഒരു ഇൻഫോർമേഷൻ ഗുഡ് ആവുന്നത്? The attributes of good information can be identified the word accurate. വേർഡ് അല്ല, it is an acronym. Accurate എന്ന് പറയുന്നത് അക്രോണിം ആണ്. അക്രോണിം എന്ന് പറയുമ്പോൾ ഓരോ വേർഡിനും ഓരോ മീനിങ് ആണ്. അപ്പൊ ആ മീനിങ്, ആ വേർഡ്സ്, ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താലേ എന്താവുള്ളൂ, ഒരു ഇൻഫോർമേഷൻ ഗുഡ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലെറ്റർ എ ആണ്. എ എന്താ മീൻ ചെയ്യുന്നത്? ആക്യുറസി. ആ ഇൻഫോർമേഷൻ എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. ഒരു അക്കൗണ്ടന്റ്, ഞാൻ ഇപ്പൊ ഇന്റേണൽ മാനേജർ ആണ്, ആ അക്കൗണ്ടന്റ് എനിക്ക് തരുന്ന, ഇന്റേണൽ മാനേജറിന് തരുന്ന ഒരു ഇൻഫോർമേഷൻ, സെയിൽസ് എനിക്ക് ഈ വർഷം നടന്നത് 520,000 ആണെന്നും പറഞ്ഞു, 5,20,000 ആണെന്നും പറഞ്ഞാണ് അക്കൗണ്ടന്റ് എനിക്ക് തന്നത്. ബട്ട് ആക്ച്വലി സെയിൽസ് എത്രയുള്ളൂ? 5,02,000 ഉള്ളൂ. അക്കൗണ്ടന്റിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചത്. അപ്പൊ ഞാൻ 5,20,000 ആണ് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. തെറ്റായ പോകത്തില്ലേ? ബഡ്ജറ്റ് തെറ്റിപ്പോകത്തില്ലേ? അപ്പൊ എന്താണ് നമ്മുടെ ഇൻഫോർമേഷൻ എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ടു ദ മാനേജേഴ്സ് ഷുഡ് ബി ആക്യുറേറ്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഞാൻ ഡീപ്ലി ഓരോന്നും പറഞ്ഞു പോകുന്നില്ല. നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡീപ്ലി ഓരോ ടോപ്പിക്ക് പറഞ്ഞു പോവാം. ഓക്കെ, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ആക്യുറസി കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? കംപ്ലീറ്റ്. ആൻഡ് ഇൻഫോർമേഷൻ ഷുഡ് ബി കംപ്ലീറ്റ്. Managers should be given all the information they need, but information should not be excessive. അതായത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാണ്. ഇപ്പൊ ഞാൻ നേരത്തെ എക്സാമ്പിൾ ആണ്, ഞാൻ നേരത്തെ ജ്യൂസ് ഷോപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ജ്യൂസ് ഷോപ്പില് ജ്യൂസസ് ഒരു കസ്റ്റമറിന് കൊടുക്കാനായിട്ട് ആക്ച്വലി വന്ന കോസ്റ്റ്, ഒരു കസ്റ്റമറിന് കൊടുക്കാനുള്ള ജ്യൂസിന്റെ കോസ്റ്റ് ആക്ച്വലി 200 ആണ്. ബട്ട് അക്കൗണ്ടന്റ് എനിക്ക് എന്താ പറഞ്ഞു തന്നെ, 100 പറഞ്ഞു തന്നിട്ടുള്ളൂ കോസ്റ്റ്. ബിക്കോസ് അയാൾ മെറ്റീരിയൽ കോസ്റ്റസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കമ്പൈൻ ചെയ്ത് മാത്രം 100 ആയിട്ടാണ് അയാൾ എനിക്ക് തന്നത്. ബട്ട് ബാക്കിയെല്ലാം എന്താണ്? ഇമ്മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ഈ ഇമ്മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര ഉണ്ട്? 100 ഉണ്ട്. അപ്പൊ മെറ്റീരിയൽ കോസ്റ്റും ഇമ്മെറ്റീരിയൽ കോസ്റ്റും നമ്മൾ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ അവിടെ? ഇല്ല. കുറെ സ്പ്ലിറ്റ് ചെയ്ത് ഇമ്മെറ്റീരിയൽ കോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് മെറ്റീരിയൽ ആയിട്ട് ഹോൾ ആയിട്ട് വരുന്ന ഒരു എമൗണ്ട് മാത്രമേ അക്കൗണ്ടന്റ് എനിക്ക് തന്നുള്ളൂ. അപ്പോ ആ 100 കോസ്റ്റ് വെച്ചായിരിക്കില്ല ഞാൻ ഡിസിഷൻ എടുക്കുന്നത്, എന്റെ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി 100 ആണോ കോസ്റ്റ്? അല്ല, 200 ആയിരുന്നു കോസ്റ്റ്. ഇപ്പൊ ഒരു ദിവസം സെയിൽ നടന്നു, 500 സെയിൽ നടന്നു. ആ 500 സെയിലിനും 100 വെച്ചായിരിക്കത്തില്ലേ ഞാൻ ബഡ്ജറ്റ് ഇടുന്നത്. അപ്പൊ അവിടെ ഒരു വലിയ ഡിഫറൻസ് വരില്ലേ? അപ്പൊ എന്താണ് വേണ്ടത്? നമ്മുടെ ഇൻഫോർമേഷൻ എന്തായിരിക്കണം? കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു ഇന്റേണൽ മാനേജറിന് അവർക്ക് ഏത് പ്ലാൻ ആണോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, ആ പ്ലാനിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. ഒരു ഇൻഫോർമേഷൻ പാർഷ്യൽ ആയിട്ട് കൊടുക്കാൻ പാടില്ല. കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ മാനേജർ ടു ഇംപ്ലിമെന്റ് ദ പ്ലാൻസ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ആൻഡ് ഇൻഫോർമേഷൻ ഷുഡ് ബി ആക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ്. ഓക്കെ, ഇനി അടുത്തത് കോസ്റ്റ് എഫക്റ്റീവ്.
മാനേജർ ഒരു ഇൻഫോർമേഷൻ എടുത്തിട്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്തു. മാനേജർ അല്ല, അക്കൗണ്ടന്റ് ഒരു ഇൻഫോർമേഷൻ എടുത്തിട്ട് മാനേജറായ എനിക്ക് പ്രൊവൈഡ് ചെയ്തു. ആ അക്കൗണ്ടന്റ് എനിക്ക് ആ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോസ്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 500 ആണ് അവിടെ കോസ്റ്റ് ആയത്, 1000 ആണ് എനിക്ക് അവിടെ കോസ്റ്റ് ആയത്. ആ ഇൻഫോർമേഷൻ എനിക്ക് കിട്ടി, ആ ഇൻഫോർമേഷൻ യൂസ് ചെയ്തു. ആ ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റിന്റെ വാല്യൂ വെറും 500 ഉള്ളൂ. എന്താ യൂസ്? 1000 രൂപ ചെലവാക്കി ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ബെനഫിറ്റ് ഓൺലി 500. എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഒരു ഉപയോഗവും ഇല്ല. സോ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ യൂസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ, നമ്മൾ ആ ഇൻഫോർമേഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നതിന്റെ വാല്യൂ ഷുഡ് എക്സീഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഇറ്റ്. ആ ഇൻഫോർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ വാല്യൂ നമുക്ക് ആ ഇൻഫോർമേഷൻ കിട്ടണം, എന്നിട്ടല്ലേ ചെയ്താൽ ഉപയോഗമുള്ളൂ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? കൂടുതൽ കോസ്റ്റ് ആവുന്നു, അതിൽ നിന്ന് കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ, നമ്മളത് ചെയ്യൂ? ഇല്ല, ചെയ്യാതിരിക്കും. ഇല്ലേ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, 500,000 ആണ് ക്യാപിറ്റൽ വേണ്ടത്, അതിൽ നിന്ന് ഒന്നും കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ പിന്നെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂ? കോസ്റ്റ് എഫക്റ്റീവ് ആണോ? ഇല്ല. അപ്പൊ എന്താണ്? ഇൻഫോർമേഷൻ ഷുഡ് ബി കോസ്റ്റ് എഫക്റ്റീവ്. ദ വാല്യൂ ഓഫ് ദ ഇൻഫോർമേഷൻ ഷുഡ് എക്സീഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഇറ്റ്. ഓക്കെ, നമ്മളിപ്പോ 3 പോയിന്റ് ആയി: ആക്യുറസി, കംപ്ലീറ്റ്, കോസ്റ്റ് എഫക്റ്റീവ്. നെക്സ്റ്റ് ഏതാണ് ലെറ്റർ? യു. യു എന്താണ് പറയുന്നത്? അണ്ടർസ്റ്റാൻഡബിൾ. ആൻഡ് ഇൻഫോർമേഷൻ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ. യൂസ് ഓഫ് ടെക്നിക്കൽ ലാംഗ്വേജ് ഓർ ജാർഗൺ മസ്റ്റ് ബി ലിമിറ്റഡ് എന്നാണ് പറയുന്നത്. അതായത് ഒരു അക്കൗണ്ടന്റ് എനിക്ക് തരുന്ന ഡേറ്റ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ചിലപ്പോൾ അക്കൗണ്ടന്റിന്റെ ലാംഗ്വേജിൽ എഴുതിയാണ് എനിക്ക് തന്നത്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്താണ് എനിക്ക് തന്നത്, എനിക്കത് മനസ്സിലാവണമെന്നുണ്ടാവും. സെയിൽസ് മാനേജർ ആണ് ഞാൻ. ഓക്കെ, സെയിൽസ് മാനേജർ ആണ് ഞാൻ. നോക്കിയപ്പോൾ എന്തൊക്കെയോ ടെക്നിക്കൽസ് ആയിട്ട് ട്രാൻസാക്ഷൻ അങ്ങനെ എങ്ങനെ പറയാം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റൂല. എനിക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അക്കൗണ്ടന്റ് എനിക്ക് എന്ത് തരേണ്ടത്, ഇൻഫോർമേഷൻ തരേണ്ടത്. സോ ഇൻഫോർമേഷൻ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ. ഇറ്റ് ഷുഡ് യൂസ് the use of technical language or jargon must be limited or avoided. മനസ്സിലായോ? എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് എന്ത് കിട്ടണം? ഇൻഫോർമേഷൻ കിട്ടണം. ഓക്കെ, അടുത്തത് റെലവന്റ്. ഇൻഫോർമേഷൻ ഷുഡ് ബി റെലവന്റ്. ഞാനിപ്പോ സെയിൽസിനെ ബന്ധപ്പെട്ട ഒരു ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത്. സെയിൽസിനെ ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കാൻ വേണ്ടി എനിക്ക് എന്റെ അക്കൗണ്ടന്റ് തന്നത് കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? ആ കോസ്റ്റിനെന്ന് വെച്ച് ഞാൻ എന്ത് കാണിക്കാനാണ്? അല്ലേ? എനിക്ക് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ തന്നാലേ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റൂ. എനിക്ക് റെലവന്റ് ആയിട്ടുള്ള സാധനമാണ് എനിക്ക് തരേണ്ടത്. ദ ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് വിത്തിൻ എ റിപ്പോർട്ട് ഷുഡ് ബി റെലവന്റ് ടു ഇറ്റ്സ് പേർപ്പസ്. ഞാൻ ചെയ്യാൻ പോകുന്ന പേർപ്പസുമായിട്ട് റെലവന്റ് ആയിട്ടുള്ളത് ഇൻഫോർമേഷൻ ആയിരിക്കണം എനിക്ക് അക്കൗണ്ടന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ, ദ ഇൻഫോർമേഷൻ ഷുഡ് ബി റെലവന്റ്. അപ്പൊ നമ്മൾ ഇതുവരെ ഏതൊക്കെയാണ് പഠിച്ചത്? ആക്യുറസി, കംപ്ലീറ്റ്നെസ്, നമ്മൾ ഇതുവരെ എന്താണ് പഠിച്ചത്? ഇതുവരെ നമ്മൾ ഏതൊക്കെയാണ് ട്രൈറ്റ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് പഠിച്ചത്? ആക്യുറസി, കംപ്ലീറ്റ്നെസ്, കോസ്റ്റ് എഫക്റ്റീവ്, അണ്ടർസ്റ്റാൻഡബിൾ, റെലവന്റ്. 5 എണ്ണം പഠിച്ചു. ഇനിയുണ്ട് 3 എണ്ണം. അടുത്തത് അതോറിറ്റേറ്റീവ്. ഇൻഫോർമേഷൻ ഷുഡ് ബി ട്രസ്റ്റഡ് ആൻഡ് പ്രൊവൈഡഡ് ഫ്രം റിലയബിൾ സോഴ്സസ്. എനിക്ക് തരുന്ന ഇൻഫോർമേഷൻ റിലയബിൾ സോഴ്സസ് എന്നായിരിക്കണം. ചുമ്മാ ഒരു ഇൻഫോർമേഷൻ തരയല്ല. ട്രസ്റ്റഡ് ആൻഡ് റിലയബിൾ സോഴ്സസ് ഉള്ള ഒരു ഇൻഫോർമേഷൻ ആയിരിക്കണം എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ സെയിൽസിന് ഒരു എമൗണ്ട് തന്ന ആ എമൗണ്ടിനും എന്തുണ്ടായിരിക്കണം? സോഴ്സ് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ആ എമൗണ്ടിന് എന്തുണ്ടായിരിക്കണം? സോഴ്സ് ഉണ്ടായിരിക്കണം. റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്നായിരിക്കണം തന്നെ. ചുമ്മാ ഒരു ഇൻഫോർമേഷൻ ആയിട്ടല്ല പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? ഇൻഫോർമേഷൻ ഷുഡ് ബി അതോറിറ്റേറ്റീവ്. അങ്ങനെ ആയാലല്ലേ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. റിലയബിൾ സോഴ്സ് ആണെങ്കിലേ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്? ഇൻഫോർമേഷൻ ഷുഡ് ബി അതോറിറ്റേറ്റീവ്. അടുത്തത് ടൈംലി.
ഈ മാസത്തെ സെയിൽസിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ചോദിച്ചത്. സെയിൽസിന്റെ ഇൻഫോർമേഷൻ ആണ് ഞാൻ അക്കൗണ്ടന്റിന് ചോദിച്ചത്. അതെന്തിനാ ഞാൻ ചോദിച്ചത്? അടുത്ത 3 മാസത്തെ സെയിൽസിനെ എന്ത് ചെയ്യാൻ, എസ്റ്റിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ സെയിൽസ് ഞാൻ അക്കൗണ്ടന്റിന് ചോദിച്ചത്. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ നീ കറക്റ്റ് ആയിട്ട് റെലവെന്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് എല്ലാം എനിക്ക് പ്രൊവൈഡ് ചെയ്തു. ബട്ട് എപ്പോഴാ പ്രൊവൈഡ് ചെയ്തത്? ഈ 3 മാസം കഴിഞ്ഞിട്ട്. 3 മാസം കഴിഞ്ഞിട്ട് ആ ഇൻഫോർമേഷൻ എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ 3 മാസത്തെ സെയിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ മാസം സെയിൽസിന്റെ റിപ്പോർട്ട് ചോദിച്ചത്, അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ സാധനം തന്നിട്ട് എനിക്കിതൊരു ഉപയോഗം ഉണ്ടോ? ഇല്ല. ഇൻഫോർമേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു എ മാനേജർ ഇൻ ടൈം ഫോർ ഡിസിഷൻ ടു ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഇൻഫോർമേഷൻ. കറക്റ്റ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യണം. ടൈംലി ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ്, അല്ലേ? ഒരു സാധനം എനിക്ക് കറക്റ്റ് ടൈമിൽ കിട്ടിയില്ലേ പിന്നെ തന്നിട്ട് ഒരു കാര്യമില്ല. കിട്ടാത്തത് പോലെ തന്നെയാണ് ഇൻഫോർമേഷൻ. കിട്ടാത്തത് പോലെ തന്നെയാണ് ടൈമിന് ഒരു സാധനം കിട്ടാത്തത്, അല്ലേ? ഇൻഫോർമേഷൻ ഷുഡ് ബി പ്രൊവൈഡ് ടു മാനേജർ ഇൻ ടൈം ഫോർ ഡിസിഷൻ ടു ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ദ ഇൻഫോർമേഷൻ. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, ഈസി ടു യൂസ്. We must always think about the person using the information we provide and make sure the information meet their needs. നേരത്തെ പറഞ്ഞത് തന്നെയൊക്കെ തന്നെയാണ്. റെലവെന്റ് ആയിരിക്കണം. അവരുടെ നീഡ്സ്, ആവശ്യത്തിനുള്ള അവരുടെ പേർപ്പസ് മീറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ ആയിരിക്കണം. അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. അവർക്ക് ഈസിലി അത് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അതായത് കുറെ നേരം എന്നിട്ട് എനിക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല, അങ്ങനെ ആയിരിക്കരുത്. ആ ഇൻഫോർമേഷൻ അവർക്ക് ഈസിലി മനസ്സിലാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അതാണ് ഈസി ടു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് എന്ത് ഒരു ഗുഡ് ഇൻഫോർമേഷന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ആക്യുറസി, കംപ്ലീറ്റ്നെസ്, കോസ്റ്റ് എഫക്റ്റീവ്, അണ്ടർസ്റ്റാൻഡബിൾ, റെലവന്റ്, അതോറിറ്റേറ്റീവ്, ടൈംലി ആൻഡ് ഈസി ടു യൂസ്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറയുന്ന ടോപ്പിക്കോട് കുറച്ച് ഡീപ്പായിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പറഞ്ഞു പോകേണ്ട ടോപ്പിക്കുകളാണ്. സോ അത് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് തന്നെ എടുക്കാം, അതായിരിക്കും ബെറ്റർ. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞില്ലേ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ഇന്ന് കൂടുതലും എന്താ പറഞ്ഞത്, എക്സാം സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ടോപ്പിക്സേ പറഞ്ഞോളൂ, ജസ്റ്റ് ഒന്ന് ഇൻട്രോ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഈ പറഞ്ഞതിൽ അല്ലെങ്കിൽ എക്സാമിന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ പുതുതായിട്ട് ACC ആദ്യമായിട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്സ് യു ക്യാൻ ഡ്രോപ്പ് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ. ഓൾസോ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സസ്, നമ്മുടെ ഡെയിലി ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസ്സസിന്റെ ആക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെർച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് അവൈലബിൾ ആണ്. മാർച്ച് 2nd വീക്ക് തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അതായത് ഇന്നത്തെ ടോപ്പിക് ഇപ്പൊ ഇത്രേ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് മെയിൻ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.